കണിമഞ്ഞൾ വിരിഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂക്കളുടെ സുഗന്ധവും പുലർക്കാലത്തെ പക്ഷികളുടെ സംഗീതവും ഓട്ടുരുളിയിൽ നിറങ്ങി കവിഞ്ഞ ഐശ്വര്യവുമായി വീണ്ടും ഒരു വിഷുക്കാലം വന്നു തീരുകയാണ്. മലയാളിക്ക് വിഷു എന്നത് വെറുമൊരു ആഘോഷമല്ല, അതൊരു പ്രതീക്ഷയാണ്, ഒരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞ കാലത്തെ കഷ്ടതകളെ കത്തിയെരിയുന്ന വിഷുപ്പടക്കങ്ങൾക്കൊപ്പം ഉപേക്ഷിക്കാനും വരാനിരിക്കുന്ന സമൃദ്ധിയെ വിഷുക്കൈനീട്ടമായി നെഞ്ചോട് ചേർക്കാനുമുള്ള ഒരു പുണ്യനിമിഷം. പുതിയൊരു സംവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ ജനിച്ചവർക്ക് 2026 ഈ വിഷുക്കാലം എങ്ങനെയുണ്ടാകുമെന്നത് ഏറെ പ്രസക്തമാണ്. നക്ഷത്രമണ്ഡലത്തിലെ 26ാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി ഗൗരവവും ശാന്തതയും ഒരുപോലെ സമ്മേളിച്ച വ്യക്തിത്വത്തിനുടമകളാണ്. സമുദ്രത്തിന്റെ ആഴവും ആകാശത്തിന്റെ വ്യാപ്തിയും സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന ഇവർക്ക് 2026 വിഷു വെറുമൊരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന്റെ നാന്ദിയാണ്. ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ പ്രകൃതി ഒരുക്കുന്ന ഒരു വലിയ വേദിയായി ഈ വിഷുബലത്തെ കാണാം. വിഷുക്കണി കാണുന്ന ആ ശുഭമുഹൂർത്തത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാകണം എന്നാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു മുതൽ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വ്യക്തമായ ഒരു ദിശാബോധം കൈവരാൻ പോകുന്നു. തൊഴിൽ രംഗത്തെ അനിശ്ചിതത്വങ്ങൾ മാറുന്നതും സാമ്പത്തികമായി നില മെച്ചപ്പെടുന്നതും കുടുംബ ബന്ധങ്ങളിൽ പുതിയൊരു അർത്ഥം കണ്ടെത്തുന്നതും ഈ വർഷത്തിന്റെ സവിശേഷതയാണ്. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ചില മാറ്റങ്ങൾ, അത് വീടുപണിയാകാം, വിവാഹമാകാം, അല്ലെങ്കിൽ വിദേശ യാത്രയാകാം, അവയെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണെങ്കിലും പലപ്പോഴും അർഹിച്ച അംഗീകാരം വൈകിയാണ് അവർക്ക് ലഭിക്കാറുള്ളത്. എന്നാൽ 2026 വിഷു സംക്രമ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന കാലം സമാഗതമായി എന്നാണ്. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുകയും അടങ്ങിക്കിടന്ന വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാകും വരാനിരിക്കുന്ന മാസങ്ങളിൽ നിങ്ങൾ ദർശിക്കുക. ആത്മീയമായ ഉണർവും മാനസികമായ ദൃഢതയും കൈമുതലാക്കി ഈ വർഷത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക. ഈ വീഡിയോയിലൂടെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം, ആത്മീയത തുടങ്ങിയ മേഖലകളെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു വിശകലനമാണ് ഞങ്ങൾ നൽകുന്നത്. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ലളിതമായി ഇവിടെ വിവരിക്കുന്നു. ഐശ്വര്യത്തിന്റെ ഈ പൊൻകണി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. 2026 വിഷു സംക്രമ ഫലം അനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മിശ്ര ഫലമാണ് അനുഭവപ്പെടുക. ഈ വർഷം പണം കൈകാര്യം ചെയ്യുന്ന അതീവ ജാഗ്രത ആവശ്യമാണ്. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും. എന്നാൽ വിഷുവിന് ശേഷമുള്ള മാസങ്ങളിൽ മുൻപ് നിക്ഷേപിച്ച തുകകളിൽ നിന്നോ പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ടു പോവുക. ദീർഘകാല നിക്ഷേപങ്ങൾ ഈ വർഷം ഗുണകരമാകും. എന്നാൽ പെട്ടെന്ന് പണമിരട്ടിയാകുമെന്ന വാഗ്ദാനങ്ങളിൽ വീഴരുത്. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കുമെങ്കിലും പുതിയ വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കുന്നത് ഈ വർഷം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. കുടുംബസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ ഈ വർഷം അത് പരിഹരിക്കപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഒത്തുതീർപ്പിൽ എത്താനോ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണിത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെ സ്വാധീനമുള്ളതിനാൽ കഠിനാധ്വാനം അനിവാര്യമാണ്. ജോലിയിൽ സ്ഥാനകയറ്റത്തിന് സാധ്യതയുണ്ടെങ്കിലും അതോടൊപ്പം ജോലിഭാരം വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. എങ്കിലും നിങ്ങളുടെ സത്യസന്ധതയും കൃത്യനിഷ്ഠയും മേലുദ്യോഗസ്ഥരെ പ്രശംസ പിടിച്ചു പറ്റാൻ സഹായിക്കും. വർഷമധ്യത്തോടെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിത്ത കച്ചവടങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുക. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ എല്ലാ നിബന്ധനകളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ഉത്രട്ടാതിക്കാർക്ക് 2026 വിഷുവിന് ശേഷമുള്ള കാലം വളരെ അനുകൂലമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിസ നടപടികൾ വേഗത്തിലാകും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വേദികൾ ലഭിക്കാനും അംഗീകാരങ്ങൾ തേടിയെത്താനും ഈ വർഷം സഹായിക്കും. കുടുംബജീവിതത്തിൽ ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ഏറ്റവും കൂടുതൽ നൽകേണ്ടി വരുന്ന ഒരു വർഷമാണിത്. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വലുതാകാതെ നോക്കണം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടി വരും. എങ്കിലും വർഷാവസാനത്തോടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുന്നത് ഗുണം ചെയ്യും. വിവാഹം ആലോചിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ ആലോചനകൾ വരും. തടസ്സങ്ങൾ നീങ്ങി വിവാഹ നിശ്ചയം നടക്കാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ
തൊഴിൽ കാര്യത്തിലോ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. അവരുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകും. അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള വർഷമാണിത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ സ്വതവേ ആത്മീയ ചിന്താഗതിക്കാരാണ്. 2026 ഈ താല്പര്യം വർദ്ധിക്കും. ഈ വിഷുവർഷം ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്തും. തീർത്ഥയാത്രകൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ചില സമയങ്ങളിൽ അനാവശ്യമായ ഭയമോ ഉത്കണ്ഠയോ നിങ്ങളെ വേട്ടയാടിയേക്കാം. എങ്കിലും ആത്മീയമായ അറിവ് നിങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കും. ഏകാന്തത ആഗ്രഹിക്കുന്ന സ്വഭാവം ഇക്കാലത്ത് വർദ്ധിച്ചേക്കാം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും. ആരോഗ്യകാര്യത്തിൽ ഒട്ടും അശ്രദ്ധ കാണിക്കരുത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. കാലുകൾ, സന്ധികൾ, ദഹന പ്രക്രിയ എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഉണ്ടാകാം. ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും നിർബന്ധമാക്കുക. വിട്ടുമാറാത്ത രോഗമുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അമിതമായി ജോലി ചെയ്ത് ശരീരം തളർത്താതെ ആവശ്യത്തിന് വിശ്രമം ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന വർഷമാണ്. ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെട്ടേക്കാം. എങ്കിലും ചിട്ടയായ പഠനത്തിലൂടെ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കും. വിദേശത്തോ ദൂരദേശത്തോ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷം അവസരങ്ങൾ തുറന്നു കിട്ടും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വീട് വാങ്ങാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. താമസ സ്ഥലത്ത് മാറ്റം സംഭവിക്കാനിടയുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ ചില ശത്രുക്കൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ നിശബ്ദതയും വിവേകവും അവരെ പരാജയപ്പെടുത്താൻ സഹായിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് വലിയ കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ശനിയുടെ സ്വാധീനം മൂലം അലസത അനുഭവപ്പെട്ടേക്കാം. അത് നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കാതെ നോക്കണം. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാര, കൂവളമാല സമർപ്പണം എന്നിവ നടത്തുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും നീരാജനം സമർപ്പിക്കുന്നതും മാനസിക സമാധാനത്തിനും തൊഴിൽ തടസ്സങ്ങളും മാറാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. ഓം അഹിർബുദ്ധ്യായ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ജ്ഞാനവും കരുണയും വിവേകവും ഒത്തുചേർന്ന വ്യക്തിത്വത്തിനുടമകളാണ്. ശനിയുടെ സ്വാധീനം ഇവർക്ക് അച്ചടക്കവും സഹനശക്തിയും നൽകുമ്പോൾ വ്യാഴത്തിന്റെ രാശിയായ മീനം ഇവർക്ക് ആത്മീയതയും വിശാല മനസ്കതയും പ്രദാനം ചെയ്യുന്നു. 2026 വിഷുബലം അനുസരിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു പരിവർത്തന വർഷമാണ്. ആദ്യ മാസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാലും വർഷം പുരോഗമിക്കും തോറും ചിന്താഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകും. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും ആത്മീയമായി കരുത്താർജിക്കാനും നിങ്ങൾക്ക് സാധിക്കും. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും കൈമുതലാക്കിയാൽ 2026 വിഷു നിങ്ങൾക്ക് വലിയ ഐശ്വര്യവും നേട്ടങ്ങളും കൊണ്ടുവരും.